ഹലോ ഗൈസ്, റിവ്ലോഗർ മോഹൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ DTDC വഴി അല്ലെങ്കിൽ ഒരു കൊറിയർ വഴി നമ്മൾ എങ്ങനെയാണ് നമ്മൾ സാധനങ്ങൾ അയക്കുക എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ കാണിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഫുള്ളും പറഞ്ഞിരുന്നിരിക്കും. അപ്പോൾ നമ്മളൊരു ക്യാമറ മേടിച്ചിട്ടുണ്ട്, GoPro ആണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിന് വേണ്ടി നാട്ടിലേക്ക് അയക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ DTDC വഴി എങ്ങനെയാണ് കൊറിയർ അയക്കാമെന്ന് അറിയാത്തവർ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്, നമുക്ക് വണ്ടിയിൽ കയറാം. അപ്പോൾ നമ്മൾ കഴക്കൂട്ടത്തേക്കാണ് വേണ്ടിയിരിക്കുന്നത്. കഴക്കൂട്ടത്താണ് നമ്മുടെ DTDC ഉള്ളത്. DTDC ആണ്. ഹലോ വൈസ്, അപ്പോൾ നമ്മൾ കഴക്കൂട്ടത്ത് എത്തിയിരിക്കുകയാണ്. കഴക്കൂട്ടത്ത് ഒരു DTDC ഉണ്ട്. ഇതാണ് DTDC. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറയാം ഞാൻ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ DTDCൻ്റെ മുമ്പിലാണ്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ തൃശ്ശൂർ വരെ ഇത് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 220 രൂപയുടെ അടുത്ത് വരും. കാരണം 150 രൂപയോളം തന്നെ പാക്കിംഗ് ചാർജാണ് വരുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒരു കടയിൽ നിന്ന് ഒരു ചെറിയ പെട്ടിയും ഒരു ബബിൾ റാപ്പ് മേടിച്ചിട്ട് പാക്ക് ചെയ്തിടാം. 80 രൂപയാണ് ശരിക്കും ഡെലിവറി ചാർജ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പാക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ബാക്കി നോക്കാം. നമ്മളൊരു കടയിൽ കൃഷി കുടുംബ നൽകാൽ ഗുണം വരും, നല്ല കാലത്ത് ഗുണം പറയാൻ പറ്റി. ബബിൾ റാപ്പ് ഉണ്ടോ? ഒട്ടിക്കുന്നുണ്ടോ? ഒട്ടിക്കുന്നില്ല. അവർ പോളം അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങനെ കഴക്കൂട്ടം വന്ന സമയത്ത് നമ്മൾ DHL കൂടി കയറി ചോദിച്ചായിരുന്നു. ഇതാണ് DHL. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 530 രൂപ വരുന്നതാണ്. വിത്തൗട്ട് പാക്കിംഗ് ആണ്. നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടു കൊടുക്കണം. അപ്പോൾ അവർ നമുക്ക് 530 രൂപയ്ക്ക്, അതും മറ്റന്നാണ് എത്തിക്കുന്നത്. നമുക്ക് DTDC അവർ പറഞ്ഞത് നാളെ അല്ലെങ്കിൽ മറ്റന്നായിട്ട് എത്തുന്നത് പറഞ്ഞു. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ഡിഫറൻസ് വന്നേക്കുന്നത്. അപ്പോൾ DTDC ആണ് റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവ്, പക്ഷേ DHL കുറച്ച് ഹൈ ആണ്. അപ്പോൾ കൺസിഡർ ചെയ്യുന്നത് രണ്ടും കൂടി അന്വേഷിക്കുക. അപ്പോൾ ഏതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ പാക്കിങ് കഴിഞ്ഞിട്ടില്ലേ, നമ്മൾ പെട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബബിൾ റാപ്പ് കൂടി ഒപ്പിക്കണം ഇവിടെ നിന്ന്. അപ്പോൾ നമ്മൾ കഴക്കൂട്ടത്തെ ഇനി കടയിൽ നിന്ന് ബബിൾ റാപ്പ് കിട്ടുമെന്ന് നോക്കുകയാണ്. കാരണം 150 രൂപ സേവ് ചെയ്യണം നമുക്ക് പാക്കിങ്ങിന് വേണ്ടിയിട്ട്. അതിനാണ് നമ്മൾ കിടന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ 150 രൂപയ്ക്ക് പറഞ്ഞ സാധനം നമ്മൾ വെറും 20 രൂപയ്ക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു പെട്ടി മേടിച്ച് നമ്മൾ അതിനകത്ത് ബബിൾ റാപ്പും സ്പോഞ്ചും എല്ലാം വെച്ച് നല്ല സേഫായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ സമയം നമ്മൾ അവിടെ കൊടുക്കുകയാണെങ്കിൽ 150 രൂപ നമുക്ക് ചിലവ് വന്നേനെ. ഇത് പാക്കിംഗ് ചാർജ് മാത്രമായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പൈസ ലഭിച്ചു. അപ്പോൾ കൊറിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പോൾ നമുക്ക് കൊറിയർ ചെയ്യണ സ്ഥലത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ നമുക്ക് ഒരു പേപ്പർ തന്നു. ആ പേപ്പറിനകത്ത് നമ്മൾ ഫ്രം അഡ്രസ്സ്, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യുക. പിന്നെ ടു അഡ്രസ്സ്, നമ്മളവരുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം വെക്കുക. അത് കഴിയുമ്പോൾ ഒരു സ്ലിപ്പ് തരും. ഫൈനലി നമ്മളിത് ചെയ്തിരിക്കുകയാണ്. 80 രൂപയുള്ള മൊത്തത്തിൽ. അപ്പോൾ DTDC വഴി ചെയ്യേണ്ടവർ ഞാൻ സ്റ്റെപ്പ് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ചെയ്യുക. പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോസുമായി ഇത് വീണ്ടും കാണാം. അതിന് ഓഫർ വ്ളോഗർ മോഹൻ. ബൈ.